CPIM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കാൻ പോവുകയാണ്. BV രാഘവലു ആണ് ഇന്നലെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് എന്ന കാര്യം ഓർമ്മിക്കുക. ഡി ബിനോയ് സമ്മേളന വേദിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഡി ബിനോയ്, നിലവിൽ 5 രൂപയായിട്ടുള്ള പാർട്ടി അംഗത്വ ഫീസ് അത് കാലോചിതമായിട്ട് പരിഷ്കരിക്കാനുള്ള പാർട്ടി ഭരണഘടനാ ഭേദഗതി അത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണല്ലോ. അത് ആ ഒരു ഭേദഗതി ഇന്നുണ്ടാകുമോ? അതിനുശേഷം എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ? തീർച്ചയായും ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം ഈ അംഗത്വ വിതരണവും അംഗത്വ ഫീസ് വർധനയും അംഗങ്ങളുടെ സ്വഭാവ രീതികളും ഇത്രയും വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ചും അംഗത്വ ഫീസ് വളരെ കുറവാണ്. അത് ഒരു കാൻഡിഡേറ്റ് മെമ്പർ അല്ലെങ്കിൽ പാർട്ടിയിലെ ആദ്യ പ്രവർത്തകനായി എത്തുന്നവർക്ക് കേവലം 5 രൂപ മാത്രമാണ് മെമ്പർഷിപ്പായി എടുക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. അത് മാറ്റി വർദ്ധിപ്പിക്കണം എന്നൊരു നിർദ്ദേശം സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അതിനുപരിയായി സംഘടനയിലേക്ക് അല്ലെങ്കിൽ CPIM ിലേക്ക് അംഗങ്ങളാകാൻ എത്തുന്ന ആളുകളെ കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തി അവരെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം CPIM-ൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം നൽകിയാൽ മതി എന്നും സംഘടനാ റിപ്പോർട്ടിൽ പറഞ്ഞത്. കാരണം സംഘടനാ റിപ്പോർട്ടിൽ വളരെയധികം പരാമർശമുണ്ടായത് പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചായിരുന്നു. കാരണം കാൻഡിഡേറ്റ് മെമ്പർ അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വം ലഭ്യമാകുന്ന ആളുകൾ കേരളത്തിൽ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടി വിട്ട് പോകുന്നുണ്ട്. അത് ഏകദേശം 26% വരെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ആളുകൾ പോകുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ CPIM-ന് വലിയ വേരോട്ടമുണ്ടെങ്കിൽ പോലും ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന രീതി അത് ശരിയല്ല. അതിന് പാർട്ടി കൃത്യമായ ഒരു നടപടി എടുക്കണം എന്ന് സംഘടനാ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഒപ്പം സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അംഗങ്ങളുടെ പ്രവർത്തന രീതി വിലയിരുത്തുന്നതിന് വേണ്ടി ഉപരിഘടകങ്ങളിലുള്ള നേതാക്കന്മാർക്കും കേന്ദ്ര കമ്മിറ്റിയിലുള്ള നേതാക്കന്മാർക്കും കൃത്യമായ ഒരു വിലയിരുത്തൽ അനിവാര്യമാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം എന്തുമാത്രം അവരെ ഏൽപ്പിച്ചിരുന്ന മേഖലകളിൽ നന്നായി പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ശേഖരത്തിന്റെ പ്രവർത്തന ശൈലി കുറവാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ PB-യിൽ നിന്നോ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെ തരത്തിൽ സംഘടനാ റിപ്പോർട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ സംഘടനാ റിപ്പോർട്ടിൽ ഒരു വിമർശനം തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും പറഞ്ഞിരിക്കുന്നത്. പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനം, പാർട്ടി അംഗങ്ങൾ വഹിക്കുന്ന ചുമതലകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വീഴ്ച ഉണ്ടാകുന്നുവെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാത്രവുമല്ല ഈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന പല മേഖലകളിലായി അത് പിടിച്ചു നിർത്തുവാൻ CPIM-ന് മാത്രമാണ് കഴിയുന്നത്. അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം അംഗത്വങ്ങൾക്ക് ആവശ്യമാണ്. ഒപ്പം വിവിധ തലങ്ങളിലുള്ള ബോധവത്കരണങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കണം എന്നും പറഞ്ഞിരുന്നു. രണ്ടാമത് സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാന കാര്യം ഈ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന സംബന്ധിച്ചാണ്. അതായത് കൊൽക്കത്ത പ്ലീനത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സ്ത്രീകൾക്ക് 25% സംവരണം നൽകണം എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ സംവരണം പലപ്പോഴും ലഭ്യമാകുന്നില്ല. അവർക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല. അതുകൂടാതെ തന്നെ സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള സംഘടനകളായ ആശാ വർക്കർമാർ, അങ്കണവാടി അധ്യാപകർ, പാചക തൊഴിലാളികൾ ഇവർക്കൊക്കെ പാർട്ടി ഘടകങ്ങളുണ്ടെങ്കിൽ പോലും അവരെ കൃത്യമായി ആ പാർട്ടി ഘടകത്തോടൊപ്പം ചേർത്ത് നിൽക്കാനോ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് പരോക്ഷമായി കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പരാമർശം സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ബഹുവിധങ്ങളായ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് പാർട്ടിയുടെ വളർച്ചയും പാർട്ടിയുടെ മുന്നോട്ട് പോക്കുമെല്ലാം അടങ്ങുന്ന തരത്തിലുള്ള ഒരു സംഘടനാ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം BV രാഘവലു അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നും 6 പേരാണ് സംഘടനാ റിപ്പോർട്ടിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച പൂർത്തിയാകും. അതിനുശേഷം BV രാവിലെയായിരിക്കും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനും പ്രത്യേകതകളുണ്ട്. കാരണം പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ അധികം ആളുകൾ ഇപ്പോൾ ഉപരി കമ്മിറ്റികളിൽ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് പകരം ആളെ കണ്ടെത്തണം. അപ്പോൾ കേരളത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടാകും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും നിരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നാളെ രാവിലെയോടുകൂടി തന്നെ നമുക്ക് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെ എന്നുള്ള വിവരം ലഭ്യമാകും. MS CPIM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേൽ ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയുടെ വിവരങ്ങളും തുടർ നടപടിക്രമങ്ങളും എന്താണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് ഡി ബിനോയ്.